കേരള ചരിത്രമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഡച്ചുകാരെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തെ വിദേശ ശക്തിയായ ഡച്ചുകാരെ കുറിച്ചാണ്. പോർച്ചുഗീസുകാരെ കുറിച്ചുള്ള 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കാണുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കേരള ചരിത്രത്തിലെ യൂറോപ്യന്മാരുടെ വരവ് എന്നുള്ളതായ ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം എത്തിയ വിദേശ ശക്തിയായ പോർച്ചുഗീസുകാരെ കുറിച്ച് നമ്മൾ പഠിച്ചു. ആദ്യം വന്നത് പോർച്ചുഗീസുകാരായിരുന്നു, അതിനുശേഷം ഡച്ചുകാർ വരുന്നു, പിന്നെ ബ്രിട്ടീഷുകാർ, പിന്നെ അവസാനമാണ് ഫ്രഞ്ചുകാർ വരുന്നത്. അപ്പോൾ ആദ്യം വന്നതായ പോർച്ചുഗീസുകാരെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ഡച്ചുകാരെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു ആദ്യം പോർച്ചുഗീസുകാർ വന്നു എന്ന് പറഞ്ഞു. വാസ്കോ ഡ ഗാമയാണ് ആദ്യം വന്ന യൂറോപ്യൻ എന്ന് പറഞ്ഞു. 1498 മെയ് 10 വാസ്കോ ഡ ഗാമ കോഴിക്കോടുള്ള കാപ്പാട് വന്നിറങ്ങുന്നു, പന്തലായനി ബീച്ചിൽ വന്നിറങ്ങുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഇപ്പൊ ഡച്ചുകാരെ കുറിച്ചാണ്. ഈ ഡച്ചുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെത്തിയ ആദ്യ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരായ വിദേശികളായിരുന്നു ഡച്ചുകാർ. പ്രൊട്ടസ്റ്റന്റ് മതവിഭാഗത്തിൽപ്പെട്ടതായിട്ടുള്ള വിദേശികളായിരുന്നു ഡച്ചുകാർ. അവരാണ് ഇന്ത്യയിലെത്തിയ ആദ്യ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരായ വിദേശികൾ. അപ്പോൾ ഇന്ത്യയിലെത്തിയ ആദ്യ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരായ വിദേശികൾ ആരാണ്? ഡച്ചുകാർ. ഇന്ത്യയിലെത്തിയ ആദ്യ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരായ വിദേശികൾ ആരാണ്? ഡച്ചുകാരാണ്. ഡച്ചുകാർ ഇന്ത്യയിലെത്തിയ വർഷം നോക്കിയേ, 1595 ഡച്ചുകാർ ഇന്ത്യയിൽ എത്തുന്നത്. ഡച്ചുകാർ ഇന്ത്യയിൽ എത്തിയത് എന്നാണ്? 1595 ഡച്ചുകാർ ഇന്ത്യയിൽ എത്തുന്നത്. ഡച്ചുകാർ ഇന്ത്യയിൽ വരുന്നത് 1595. അപ്പോൾ ഇന്ത്യയിൽ എത്തിയ ആദ്യ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരായ വിദേശികളായിരുന്നു ഡച്ചുകാർ. അവർ ഇന്ത്യയിൽ എത്തിയത് 1595. നമ്മൾ പോർച്ചുഗീസുകാർ പഠിച്ചപ്പോൾ പറഞ്ഞു, പോർച്ചുഗീസുകാർ എന്ന് പറയുന്നത് പോർച്ചുഗൽ എന്ന രാജ്യത്ത് നിന്ന് വന്ന ആളുകളായതുകൊണ്ടാണ് അവരെ പോർച്ചുഗീസുകാർ എന്ന് പറയുന്നത്. ആ ഒരു രാജ്യത്ത് നിന്നാണ് അവർ വന്നതെന്ന് പറഞ്ഞു. ഇനി ഡച്ചുകാരെ നോക്കിയേ, ഡച്ചുകാര് ഹോളണ്ടിലെ ജനങ്ങളാണ്. ഹോളണ്ടിലെ ജനങ്ങളെ അറിയപ്പെട്ടിരുന്ന പേരാണ് ഡച്ച്. ശ്രദ്ധിക്കുക, ഹോളണ്ടിലെ ജനവിഭാഗമാണ് ഡച്ചുകാർ. ഹോളണ്ടിലെ ജനവിഭാഗക്കാരാണ് ഡച്ചുകാർ. ഹോളണ്ടിന്റെ മറ്റൊരു പേരാണ് നെതർലാൻഡ്സ്. അപ്പോൾ ഹോളണ്ടിലെ ജനങ്ങളാണ് ഡച്ചുകാർ. അവർ ഏത് രാജ്യമാണെന്ന് ചോദിച്ചെങ്കിൽ ഓർത്തിരിക്കുക, ഹോളണ്ട് ആണ്. ഹോളണ്ടിന്റെ മറ്റൊരു പേരാണ് നെതർലാൻഡ്, അല്ലെങ്കിൽ നെതർലാൻഡിലെ ജനവിഭാഗമാണ് ഡച്ചുകാർ എന്നും പറയാം. അപ്പോൾ ഇന്ത്യയിലെത്തിയ ആദ്യ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരായ ആദ്യ വിദേശികൾ എത്തിയ വർഷം 1595. ഹോളണ്ടിലെ ജനവിഭാഗമാണ്. ഹോളണ്ടിന്റെ മറ്റൊരു പേരാണ് നെതർലാൻഡ്സ്. ഇനി ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്ന വിദേശികൾ ആരാണ്? ഡച്ചുകാരാണ്. ലന്തക്കാർ എന്ന് അറിയപ്പെട്ടിരുന്ന വിദേശികളാണ് ഡച്ചുകാർ. പറങ്കികൾ എന്നറിയപ്പെട്ടതായിരുന്നു പോർച്ചുഗീസ് എന്ന് നമ്മൾ പഠിച്ചു. ആ വീഡിയോ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഇതിലേക്ക് വരിക. ലന്തക്കാർ അറിയപ്പെട്ടിരുന്ന വിദേശികളായിരുന്നു ഡച്ചുകാർ. ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്ന വിദേശികളായിരുന്നു ഡച്ചുകാർ. ഇന്ത്യയിലെത്തിയ രണ്ടാമത്തെ വിദേശികളാണ് ഡച്ചുകാർ. അപ്പോൾ ഇന്ത്യയിലെത്തിയ ആദ്യ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരായ വിദേശികളാണ് ഡച്ചുകാർ. ഡച്ചുകാർ ഇന്ത്യയിലെത്തിയ വർഷം 1595. ഹോളണ്ടിലെ ജനങ്ങളാണ് ഈ ഡച്ചുകാർ എന്ന് പറയുന്നത്. ലന്തക്കാർ എന്നായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യയിലെത്തിയ രണ്ടാമത്തെ വിദേശികളായിരുന്നു ഈ പറഞ്ഞ ഡച്ചുകാർ. ഇന്ത്യയിൽ നിന്ന് ആദ്യം പിൻവാങ്ങി പോയതായിട്ടുള്ള വിദേശികളും ഈ പറഞ്ഞ ഡച്ചുകാരായിരുന്നു. ഇന്ത്യയിലെത്തിയ ആദ്യ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാർ. അവർ ഇന്ത്യയിലെത്തിയ വർഷം 1595. ഹോളണ്ടിലെ ജനങ്ങളായിരുന്നു അവർ. ലന്തക്കാർ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിലെത്തിയ രണ്ടാമത്തെ വിദേശികളായിരുന്നു ഡച്ചുകാർ. ഇനി അടുത്ത ചോദ്യം നോക്കിയേ, ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എന്താണ്? ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1602 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എന്നായിരുന്നു? 1622 അതൊക്കെ കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1602 1602. അപ്പോൾ ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1602. ഡച്ചുകാർ ഇന്ത്യയിൽ വന്നത് 1595 ഇനി ഇന്ത്യയിലെ ആദ്യ ഡച്ച് ഫാക്ടറി എവിടെയായിരുന്നു? മസൂലിപ്പട്ടണത്തായിരുന്നു അവർ സ്ഥാപിച്ചിരുന്നത്. ഇന്ത്യയിലെ ആദ്യ ഡച്ച് ഫാക്ടറി മസൂലിപ്പട്ടണത്തായിരുന്നു സ്ഥാപിച്ചിരുന്നത്. 1605 അത്. ഇത് രണ്ട് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നത് 1602. ആദ്യത്തെ ഡച്ച് ഫാക്ടറി മസൂലിപ്പട്ടണത്ത് വരുന്നത് 1605 1602 1605. ഇനി കേരളവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഡച്ചുകാർ ആദ്യമായിട്ട് പിടിച്ചെടുത്ത സ്ഥലം കൊല്ലമാണ്. കൊല്ലം 1658 ഡച്ചുകാർ പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഡച്ചുകാർ ആദ്യമായി പിടിച്ചെടുത്ത സ്ഥലം ഏതാണ്? കൊല്ലമാണ്. ഏത് വർഷമാണ്? 1658
ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുക്കുന്നത്. 1658 ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുക്കുന്നു. ആദ്യം പിടിച്ചെടുക്കുന്ന സ്ഥലമാണ് കൊല്ലം. അതിന് നേതൃത്വം കൊടുത്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്മിറൽ വാൻ ഗോയിൻസ് ആണ് കൊല്ലം പിടിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകിയത്. കൊല്ലം പിടിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? അഡ്മിറൽ വാൻ ഗോയിൻസ് ആണ് കൊല്ലം പിടിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകിയത്. കൊല്ലം പിടിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? അഡ്മിറൽ വാൻ ഗോയിൻസ് ആണ് കൊല്ലം പിടിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകിയത്. അപ്പോൾ കൊല്ലം പിടിച്ചെടുത്തത് 1658. ആദ്യം പിടിച്ചെടുത്ത സ്ഥലമാണ് കേരളത്തിലെ കൊല്ലം. 1658 നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻ ഗോയിൻസ് ആണ്. ഇനി അതിനുശേഷം കൊച്ചി പിടിച്ചെടുക്കുന്നുണ്ട്. പോർച്ചുഗീസുകാരിൽ നിന്ന് കൊച്ചി പിടിച്ചെടുക്കുന്നു. അതെന്താണ്? 1663 കൊച്ചി പിടിച്ചെടുക്കുന്നത്. പോർച്ചുഗീസുകാരിൽ നിന്ന് കൊച്ചി പിടിച്ചെടുക്കുന്നത് 1663 കൊച്ചി പിടിച്ചെടുക്കുന്നു. എന്നാണ് വർഷം? 1663. അപ്പോൾ ആദ്യം കൊല്ലം 1658 പിടിച്ചെടുക്കുന്നു. അതിനുശേഷം കൊച്ചി പിടിച്ചെടുക്കുന്നു. 1663 കൊച്ചി പിടിച്ചെടുക്കുന്നു. ഇതിനുശേഷം കുറെ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതിൽ പ്രധാനപ്പെട്ട 1-2 യുദ്ധങ്ങളുണ്ട്. ഒന്നാമത്തേതാണ് വെട്ടം യുദ്ധം. വെട്ടം യുദ്ധം നടന്ന വർഷമാണ് 1691. 1691. ഈ സമയത്തൊക്കെ ഇവര് സാമൂതിരിമാരുമായിട്ട് കുറെ കരാറിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. ഈ ഡച്ചുകാര് പോർച്ചുഗീസുകാരെക്കാട്ടിൽ ശക്തരായി എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം സാമൂതിരിയുമായിട്ട് കുറച്ച് കരാറിലൊക്കെ ഏർപ്പെടുന്നു. അങ്ങനെ ഡച്ചുകാരുമായി യോജിച്ചുകൊണ്ട് കുറെ കരാറുകളിലൊക്കെ ഏർപ്പെട്ടു. ആ കരാറുകളിൽ ഇവർക്ക് നാടുവാഴികളിൽ നിന്നുള്ള അധികാരമൊക്കെ ഈ ഡച്ചുകാർക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഡച്ചുകാരുമായി യോജിച്ചുകൊണ്ട് സാമൂതിരി സ്വന്തം നാട്ടിലെ നാടുവാഴികളെ അടിച്ചൊതുക്കിയ യുദ്ധമാണ് വെട്ടം യുദ്ധം എന്ന് പറയുന്നത്. ഡച്ചുകാരുമായി യോജിച്ചുകൊണ്ട് സാമൂതിരി സ്വന്തം നാട്ടിലെ നാടുവാഴികളെ അടിച്ചൊതുക്കിയ യുദ്ധമാണ് ഏത്? വെട്ടം യുദ്ധം. 1691 വെട്ടം യുദ്ധം. ഓർത്തിരിക്കുക, 1691. അപ്പോൾ ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത് 1602. ഇന്ത്യയിലെ ആദ്യ ഡച്ച് ഫാക്ടറി മസൂലിപ്പട്ടണം 1605 വരുന്നത്. ഡച്ചുകാർ ആദ്യമായി പിടിച്ചെടുത്ത സ്ഥലം കൊല്ലമാണ്. കൊല്ലം പിടിച്ചെടുത്തത് 1658. കൊല്ലം പിടിച്ചെടുക്കുന്നതിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? അഡ്മിറൽ വാൻ ഗോയിൻസ് ആണ് കൊല്ലം പിടിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകിയത്. അഡ്മിറൽ വാൻ ഗോയിൻസ് ആണ്. കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663. ഓർത്തിരിക്കുക, 1663. വെട്ടം യുദ്ധം നടന്നത് 1691. വെട്ടം യുദ്ധം ഡച്ചുകാരുമായി യോജിച്ചുകൊണ്ട് സാമൂതിരി സ്വന്തം നാട്ടിലെ നാടുവാഴികളെ അടിച്ചൊതുക്കിയ യുദ്ധമാണ് ഈ പറഞ്ഞ വെട്ടം യുദ്ധം. അപ്പോൾ ഇന്ത്യയിലെത്തിയ ആദ്യ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരായ വിദേശികളായിരുന്നു ഈ പറഞ്ഞ ഡച്ചുകാർ. അവർ ഇന്ത്യയിൽ വന്ന വർഷം 1595. ഹോളണ്ട് അഥവാ നെതർലാൻഡിൽ നിന്ന് വന്നവരായിരുന്നു ഈ ഡച്ചുകാരെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടത് പറയുകയുണ്ടായി. ഇന്ത്യയിൽ അവര് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നു. സ്ഥാപിച്ച വർഷം 1602. ആദ്യ ഡച്ച് ഫാക്ടറി മസൂലിപ്പട്ടണം 1605. ഡച്ചുകാർ ആദ്യമായി പിടിച്ചെടുത്ത സ്ഥലം കൊല്ലമാണ്. കൊല്ലം പിടിച്ചെടുത്തത് 1658. അതിനുശേഷം കൊച്ചി പിടിച്ചെടുക്കുന്നു 1663. വെട്ടം യുദ്ധം 1691 നടന്നത്. അങ്ങനെ ആ പറഞ്ഞ വെട്ടം യുദ്ധമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം അവര് തിരുവിതാംകൂർ ആ ഭാഗത്തേക്ക് ആക്രമിക്കാൻ പോവുകയാണ്. അങ്ങനെ നടന്നൊരു യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. മറ്റൊരു പ്രധാനപ്പെട്ട യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധമാണ് ഈ ഡച്ചുകാരുടെ ഇതിലുള്ള കുളച്ചൽ യുദ്ധം. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്നതായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. അപ്പോൾ ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. 1741 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ഡേറ്റും കൂടെ ഓർത്തിരിക്കുകയാണെങ്കിൽ 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ഡച്ചുകാർ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുകയായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ സൈന്യം വിജയിക്കുകയായിരുന്നു. ഈ ഡച്ചുകാർ പരാജയപ്പെട്ട ഈ യുദ്ധത്തിൽ ഡച്ചുകാരെ നയിച്ചത് ക്യാപ്റ്റൻ ഡിലനോയി ആയിരുന്നു. ഡച്ചുകാരെ നയിച്ചത്. ഈ ഡച്ച് തലവനായ ക്യാപ്റ്റനായ ഡിലനോയിയെ മാർത്താണ്ഡവർമ്മ തടവിലാക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തെ മാർത്താണ്ഡവർമ്മയുടെ തിരുവിതാംകൂറിലെ സൈന്യത്തിന്റെ തലവനായിട്ട് നിയോഗിക്കുന്നു. അങ്ങനെ ഡിലനോയി അദ്ദേഹത്തിന്റെ ആധുനികമായിട്ടുള്ള പല ടെക്നിക്കുകളും ഈ തിരുവിതാംകൂറിലെ സൈന്യത്തിനെ അഭ്യസിപ്പിക്കുന്നു. അങ്ങനെ തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്ന് ഡിലനോയി അറിയപ്പെടാൻ തുടങ്ങി. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡിലനോയി. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഡിലനോയി. അങ്ങനെ ഡിലനോയി അവിടുത്തെ
സൈന്യത്തെ നയിക്കുന്നു. അവസാനം അദ്ദേഹത്തെ തടവിലാക്കുകയായിരുന്നു. ഡച്ചുകാരുടെ അധപ്പതനത്തിന് കാരണമായ യുദ്ധമാണ് ഈ പറഞ്ഞ കൊളച്ചിൽ യുദ്ധം. ഡച്ചുകാരുടെ അധപ്പതനത്തിന് കാരണമായ യുദ്ധമാണ് കൊളച്ചിൽ യുദ്ധം. അങ്ങനെ ഡിലനോയി ഇവിടുത്തെ ക്യാപ്റ്റൻ ആവുന്നു. അവസാനം ഡിലനോയിയുടെ സ്മാരകം കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഡിലനോയി സ്മാരകം എവിടെയാണ്? കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയി സ്മാരകം ഉള്ളത്. അപ്പോൾ കുളച്ചിൽ യുദ്ധം ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. 1741 ഓഗസ്റ്റ് 10-ാം തീയതിയാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഈ കുളച്ചൽ യുദ്ധം. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. 1741 ഓഗസ്റ്റ് 10-ാം തീയതിയായിരുന്നു നടന്നിരുന്നത്. ഈ യുദ്ധത്തിൽ ആര് പരാജയപ്പെട്ടു? ഡച്ചുകാർ പരാജയപ്പെട്ടു. ഡച്ചുകാരെ നയിച്ചിരുന്നത് ക്യാപ്റ്റൻ ഡിലനോയി ആയിരുന്നു. ഈ പറഞ്ഞ മാർത്താണ്ഡവർമ്മ ഇദ്ദേഹത്തെ തടവിലാക്കുന്നു. എന്നിട്ട് അവിടുത്തെ തിരുവിതാംകൂർ സൈന്യത്തിന്റെ തലവനായിട്ട് നിയമിക്കുന്നു. അങ്ങനെ അദ്ദേഹം അവിടെയുള്ള സൈന്യത്തെ അഭ്യസിപ്പിക്കുന്നു, കുറെ അടവുകൾ അഭ്യസിപ്പിക്കുന്നു. അവസാനം ഡിലനോയ് സ്മാരകം എവിടെയാണ്? കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിൽ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ഡച്ചുകാരുടെ അധപ്പതനത്തിന് കാരണമായ യുദ്ധം ഏതെന്ന് ചോദിച്ചാലും കുളച്ചിൽ യുദ്ധമാണ്. ഡച്ചുകാരുടെ അധപ്പതനത്തിന് കാരണമായ യുദ്ധം ഏതെന്ന് ചോദിച്ചാലും ഈ പറഞ്ഞ കുളച്ചിൽ യുദ്ധമാണ്. അപ്പോൾ ഡച്ചുകാർ ഇന്ത്യയിൽ വന്നത് 1595-ൽ. അവരുടെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത് 1602-ലാണ്. ആദ്യത്തെ ഫാക്ടറി മസൂലിപട്ടണത്ത് 1605-ലാണ് വരുന്നത്. പിന്നെ വെട്ടം യുദ്ധം നടന്നു. 1691-ൽ വെട്ടം യുദ്ധം നടക്കുന്നു. പിന്നെ കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10-ന്. ആ യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെടുന്നു. ഡച്ചുകാരെ നയിച്ചിരുന്നത് ക്യാപ്റ്റൻ ഡിലനോയ് ആണ്. മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തെ തടവിലാക്കുന്നു. തിരുവിതാംകൂറിലെ വലിയ കപ്പിത്താൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിലനോയ് ആണ്. ഡച്ചുകാരുടെ അധപ്പതനത്തിന് കാരണമായ യുദ്ധമാണ് ഈ പറഞ്ഞ കുളച്ചിൽ യുദ്ധം. ഡിലനോയ് സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ് ഈ പറഞ്ഞ ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഇനി ഡച്ചുകാരുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് മാവേലിക്കര സന്ധി. 1753 ഓഗസ്റ്റ് 15-ാം തീയതിയായിരുന്നു ഈ പറഞ്ഞ മാവേലിക്കര സന്ധി. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് മാവേലിക്കര സന്ധി. 1753 ഓഗസ്റ്റ് 15-ാം തീയതിയായിരുന്നു മാവേലിക്കര സന്ധി. പിന്നെ ഡച്ചുകാരുടെ ഒരു പ്രധാനപ്പെട്ട സംഭാവനയായിരുന്നു ബോൾഗാട്ടി പാലസ്. 1744-ൽ സ്ഥാപിച്ചതായിട്ടുള്ള ബോൾഗാട്ടി പാലസ്. കൊച്ചിയിലാണ് ബോൾഗാട്ടി പാലസ്. വളരെ പ്രധാനപ്പെട്ട ഒരു സ്മാരകമായിട്ട് ഇന്നും നിലനിൽക്കുന്നു. മാവേലിക്കര സന്ധി 1753 ഓഗസ്റ്റ് 15-നായിരുന്നു. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ചതായ സന്ധിയാണ് മാവേലിക്കര സന്ധി. ബോൾഗാട്ടി പാലസ് സ്ഥാപിക്കുന്നത് 1744-ലാണ് ബോൾഗാട്ടി പാലസ് സ്ഥാപിക്കുന്നത്. അപ്പോൾ മാവേലിക്കര സന്ധി 1753 ഓഗസ്റ്റ് 15. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ചതായ സന്ധിയാണ് ഈ പറഞ്ഞ മാവേലിക്കര സന്ധി. ബോൾഗാട്ടി പാലസ് സ്ഥാപിക്കുന്നത് 1744. ഏറ്റവും ആദ്യം ഇന്ത്യയിൽ നിന്ന് പോയതായ വിദേശ ശക്തിയുമാണ് ഡച്ചുകാർ എന്നും ഓർത്തിരിക്കുക. അപ്പോൾ ഡച്ച് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, വളരെ എളുപ്പത്തിൽ പഠിക്കാം. പോർച്ചുഗീസുകാരെ കുറിച്ച് നമ്മൾ പഠിച്ചു, അത്രയൊന്നും വിശാലമായിട്ട് പഠിക്കാനില്ല. വളരെ സിമ്പിൾ ആയിട്ടൊരു ടോപ്പിക്കാണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്ത്യയിലെത്തിയ ആദ്യ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരായിരുന്നു ഡച്ചുകാർ. ഇന്ത്യയിൽ അവർ എന്നാണ് വന്നത്? 1595-ലാണ് അവർ എത്തുന്നത്. ഹോളണ്ട് ആയിരുന്നു അവരുടെ മാതൃരാജ്യം. ഹോളണ്ടിന്റെ മറ്റൊരു പേരെന്താണ്? നെതർലാൻഡ് എന്നാണ്. ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്ന വിദേശികളായിരുന്നു ഈ പറഞ്ഞ ഡച്ചുകാർ. ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവർ സ്ഥാപിക്കുന്നു. 1602-ൽ സ്ഥാപിക്കുന്നു. ആദ്യ ഡച്ച് ഫാക്ടറി മസൂലിപട്ടണത്ത് വരുന്നു. 1605-ലാണ് അത് വരുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞു അവർ കൊല്ലം പിടിച്ചെടുക്കുന്നു. കൊല്ലം പിടിച്ചെടുത്തത് 1658-ലാണ് കൊല്ലം പിടിച്ചെടുക്കുന്നത്. ആദ്യമായിട്ട് കൊല്ലത്തേക്കാണ് അവർ വന്ന് കൊല്ലം പിടിച്ചെടുക്കുന്നു. അതിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? അഡ്മിറൽ വാൻഗോയിൻസ് ആയിരുന്നു നേതൃത്വം നൽകിയിരുന്നത്. അഡ്മിറൽ വാൻഗോയിൻസ്. പിന്നീട് കൊച്ചി പിടിച്ചെടുക്കുന്നു. 1663-ലാണ് കൊച്ചി പിടിച്ചെടുക്കുന്നത്. പിന്നീട് വെട്ടം യുദ്ധമുണ്ടായി. 1691-ൽ ആണ് വെട്ടം യുദ്ധമുണ്ടായത്. സാമൂതിരിയുമായിട്ട് ചേർന്ന് നാടുവാഴികളെ അടിച്ചമർത്താനായിട്ട് നടന്ന ഒരു യുദ്ധമാണ് ഈ പറഞ്ഞ വെട്ടം യുദ്ധം. 1691. അതിനുശേഷം നടന്നതാണ് കുളച്ചിൽ യുദ്ധം. മാർത്താണ്ഡവർമ്മയും ഈ പറഞ്ഞ ഡച്ചുകാരും തമ്മിൽ നടന്നതായിട്ടുള്ള യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം. 1741 ഓഗസ്റ്റ് 10-ാം തീയതിയാണ് നടന്നത്. ഡച്ചുകാർ പക്ഷെ പരാജയപ്പെടുന്നു. ഡച്ചുകാരെ നയിച്ചത് ആരായിരുന്നു? ഡച്ചുകാരെ നയിച്ചത് ക്യാപ്റ്റൻ ഡിലനോയ് ആയിരുന്നു. ഡിലനോയിയെ തടങ്കലിലാക്കുകയാണ് ചെയ്യുന്നത് മാർത്താണ്ഡവർമ്മ. പിന്നീട് ഡിലനോയ് ശിഷ്ടകാലം മുഴുവനും തിരുവിതാംകൂറിൽ തന്നെയാണ് ജീവിക്കുന്നത്. മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തെ തടവിലാക്കുന്നു. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ക്യാപ്റ്റൻ ഡിലനോയ് ആണ്. ഡച്ചുകാരുടെ അധപ്പതനത്തിന് കാരണമായ യുദ്ധമാണ് ഈ പറഞ്ഞ
കുളച്ചിൽ യുദ്ധം. ഡിലനോയ് സ്മാരകം എവിടെയാണ്? ഉദയഗിരി കോട്ടയിലാണ്. കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയ് സ്മാരകം ഉള്ളത്. പിന്നീട് നമ്മൾ പറഞ്ഞത് മാവേലിക്കര സന്ധിയാണ് 1753 ഓഗസ്റ്റ് 15-ന്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ചതായ സന്ധിയാണ് ഈ പറഞ്ഞ മാവേലിക്കര സന്ധി. പിന്നീട് അവരുടെ പ്രധാനപ്പെട്ട സംഭാവനയായ ബോൾഗാട്ടി പാലസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. 1744 സ്ഥാപിതമായ ബോൾഗാട്ടി പാലസ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് എന്നത്. അതൊരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡച്ചുകാരെ കുറിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിൽ കുറച്ച് വർഷങ്ങൾ നമ്മൾ പറഞ്ഞു. 1595 ഇവർ വരുന്നു. അവരുടെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1602 സ്ഥാപിക്കുന്നു. 1605 ആദ്യത്തെ ഡച്ച് ഫാക്ടറി മസൂലിപ്പട്ടണത്ത് സ്ഥാപിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് കൊല്ലം പിടിച്ചെടുത്തു 1658. കൊച്ചി അതിന്റെ പുറകെ 1663 പിടിച്ചെടുക്കുന്നു. പിന്നെ വെട്ടം യുദ്ധം 1691, കുളച്ചൽ യുദ്ധം 1741, പിന്നെ ബോൾഗാട്ടി പാലസ് 1744 ബോൾഗാട്ടി പാലസ്. പിന്നെ കുളച്ചൽ യുദ്ധം കഴിഞ്ഞിട്ട് മാവേലിക്കര സന്ധി 1753 ഓഗസ്റ്റ് 15-ന് ഈ പറഞ്ഞ മാവേലിക്കര സന്ധി. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറച്ച് വർഷങ്ങൾ മാത്രം. പിന്നെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അഡ്മിറൽ വാൻഗോയിൻസിനെ കുറിച്ച് പറഞ്ഞു, ക്യാപ്റ്റൻ ഡിലനോയെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമാണുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡച്ചുകാർ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു, ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടായിരിക്കും. സോ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ. താങ്ക് യു.